ക്യാരക്ടേഴ്സിൽ ആരെ ഏറ്റവും ഫേവറേറ്റ്? ഡൊണാൾഡ് ഡക്ക്. ആ, എന്നാ നമുക്ക് ഡൊണാൾഡ് ഡക്കിനെ കാണാൻ പോയാലോ? അതൊക്കെ ഒരു സ്ഥലമുണ്ട്, പോയാലോ? പോകാം എന്നാ ബാ, കമോൺ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസിനൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് കൊച്ചിയിൽ ഡിസ്നി ലാൻഡ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗുഡ് ഫ്രൈഡേ ആയ അന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും മോനെക്കാട്ട് എക്സൈറ്റഡ് ഞാനായിരുന്നു കേട്ടോ ഈ മിക്കി മൗസും ഡൊണാൾഡ് ഡക്കിനെയൊക്കെ കാണാൻ. ബിക്കോസ് നമ്മൾ 90s കിഡ്സിന് ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഭയങ്കര ഫേവറേറ്റ്സ് ആയിരിക്കും. സോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 100 റുപ്പീസാണ് ടിക്കറ്റ് ചാർജസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. കുട്ടികൾ 5 ഇയേഴ്സിന് മേലെയുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോഴത്തേക്കും എക്സോട്ടിക് സൂ ആണ്. അപ്പോൾ ഇവിടെ കുറേ ഇഗ്വാന, പിന്നെ പലതരത്തിലുള്ള ഹെന്നും റാബിറ്റ്, ടോർട്ടോസ് അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അതേപോലെ തന്നെ ഫിഷ് പോണ്ടും ഇവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു, പക്ഷേ അവിടെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുന്നേ ഞാൻ കണ്ട വീഡിയോസിൽ 1-2 എണ്ണത്തിന് നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാമെന്ന് തോന്നുന്നു. എക്സോട്ടിക് സൂ കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് വരുന്നത് പെറ്റ് സ്റ്റേഷനാണ്. ഇവിടെ കുറേ സ്നേക്ക്, 2 ടൈപ്പ് ഓഫ് പൈത്തനാണ്, വൈറ്റും പിന്നെ സാധാരണ കളറും, പിന്നെ അതേപോലെ മാക്കാവ്, പാരറ്റും, പിന്നെ ഇഗ്വാന. ഇത് നമുക്കൊരു 100 റുപ്പീസ് കൊടുത്താൽ, ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 100 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് സെയിം 3 നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. യൂഷ്വലി അത് പെർ പെറ്റിന് 100 റുപ്പീസ് എന്നുള്ള രീതിയിലാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇന്നെന്തോ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് എന്തോ ഓഫർ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് 3 എണ്ണം നമുക്ക് ട്രൈ ചെയ്യാം അറ്റ് ദ കോസ്റ്റ് ഓഫ് 100 റുപ്പീസ്, അങ്ങനെയായിരുന്നു. അപ്പോൾ കണ്ണന് ഒട്ടും, എനിക്ക് ഭയങ്കര പേടിയാണ് സ്നേക്കിനെ, അപ്പോൾ ഞാനത് ട്രൈ ചെയ്തേ ഇല്ല. കണ്ണൻ എന്താണെന്നറിയില്ല, മേക്കവും വേണ്ട, സ്നേക്ക് തന്നെ മതി. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ സ്നേക്കാണ് വെച്ചത്. ഞാൻ ഒന്നും ചെയ്യില്ല. അമ്മയെ നോക്ക്, കണ്ണൻ നോക്ക്, എന്താണത്? ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക് സ്നേക്കും ഇഗ്വാനും ഒന്നും പറ്റത്തില്ല, അപ്പോൾ ഞാൻ മാക്കൗവിനെയായിരുന്നു വെച്ചിരുന്നത്. അതാണെങ്കിൽ കയ്യിലിരുന്നിട്ട് ഇങ്ങനെ മേത്തോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ദിബുവേട്ടൻ ഇഗ്വാന വെക്കാനായിട്ടുള്ളൊരു ഇഗ്വാന വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്കാണ്. ഇവിടെയാണ് ഡിസ്നി ലാൻഡ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് നമ്മുടെ മിക്കി മൗസിനെയാണ്. ഞങ്ങളുടെ 90s കിഡ്സിലെ ഏറ്റവും എന്താ പറയുക, ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിക്കി മൗസ്. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ നമ്മൾ മിക്കി മൗസിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് തോന്നുന്നു സ്ക്വിറിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണൻ്റെ ഫേവറേറ്റ് ഡൊണാൾഡ് ഡക്കിനെ കണ്ടു. അവർ എന്താ പറയുക, വന്നിട്ട് ഫോട്ടോസ് എടുക്കും, നമ്മുടെ കൂടെ നിന്നിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ഡിസ്നി വേൾഡ് എക്സ്പോ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എക്സ്പോയുടെ എക്സിബിഷൻ സ്റ്റോൾസിലേക്കാണ്. ആദ്യം തന്നെ വരുമ്പോൾ കുറേ ഫർണിച്ചറിൻ്റെ കടകളൊക്കെ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 70% പ്രൈസിൽ നമുക്ക് കിട്ടും. ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ നെക്സ്റ്റ് മൂവിങ് ഓൺ, ബെഡ്ഷീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലെ തന്നെ കുത്താമ്പള്ളി നല്ല അടിപൊളി സെറ്റ് സാരികളും അവൈലബിൾ ആണ് കേട്ടോ. ഈ മുകളിലിരിക്കുന്ന ആ ഒരു സെറ്റ് സാരിക്ക് 500 രൂപയാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇനിയും റിഡക്ഷനിൽ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ വിഷുവൊക്കെ കഴിഞ്ഞുകൊണ്ടും അത്യാവശ്യം സെറ്റ് സാരി കയ്യിലുള്ളതുകൊണ്ടും ഞങ്ങൾ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ പോകുന്നത് പിക്കിൾ സെക്ഷനിലേക്കാണ്. എന്നിട്ട് ഞങ്ങൾ ബെഡ്ഷീറ്റ് മേടിച്ചായിരുന്നു കേട്ടോ. ഒരു 1000 റുപ്പീസിന് ഞങ്ങൾ 2 ഡബിൾ കോട്ട് എന്ന് പറയാൻ പറ്റില്ല, കിങ് സൈസിലും വലുതാണ് ഞങ്ങളുടെ ബെഡ്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് കുറേ പ്ലാസ്റ്റിക് ഐറ്റംസാണ് വരുന്നത്. പിന്നെ നമ്മുടെ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലിൻ്റെ സെക്ഷനുണ്ട് ഇവിടെ. ഫുൾ ജിമിക്കയും മറ്റ് സ്റ്റഡ്സും എല്ലാം അവൈലബിൾ ആണ്. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് ഫുൾ ഫാൻസി ഐറ്റംസ് ആണ്. ഞാൻ ഇവിടുന്ന് 2-3 വളകളും ക്ലിപ്സും പിന്നെ കണ്ണിനൊരു കുറച്ചും കൂടി വളർന്നുകൊണ്ട് ഒരു ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശപ്പായിട്ടാണ്. അപ്പോൾ പിന്നെ കണ്ടത് ഫുഡ് സ്റ്റോളാണ്. ഇവിടെ നമ്മുടെ സ്ഥിരം ഒത്തൻറ്റിക് മുളക് ബജി, ചാട്ട്. അപ്പോൾ ദിബോട്ടം പോയി നിന്ന സ്ഥലം എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചക്കപ്പായസമുള്ള സ്ഥലത്താണ്. അവിടെ നിന്നൊരു ഉണ്ണിയപ്പം മേടിച്ച് ഞങ്ങൾ ഗെയിമിംഗ് സോണിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ 50 രൂപയ്ക്ക് 7 റിങ് കിട്ടും. അപ്പോൾ നമുക്ക് റിങ് എറിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയാൽ ആ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 7 റിങ്ങിൽ 1 റിങ് എനിക്കിടാൻ പറ്റി. അപ്പോൾ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഗൈസ്. കണ്ണൻ ഇട്ട ഒരെണ്ണം ഏകദേശം ബൂസ്റ്റിൽ മുട്ടി. ഹാഫ് ബൂസ്റ്റിലും ഹാഫ് പുറത്തായിരുന്നു. അപ്പോൾ അവർ തന്നില്ല. പിന്നെ ഇനി ഗൺ ഷൂട്ട് പോയിൻ്റ് ആണ്. ഇത് അത്യാവശ്യം കണ്ണൻ നല്ലോണം പെർഫോം ചെയ്തായിരുന്നു കേട്ടോ. 5 എണ്ണത്തിൽ 2 എണ്ണം അവൻ കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. 3 എണ്ണം എവിടെയോ പോയി. ആ ചേട്ടൻ പറഞ്ഞത് ആ പരിസരത്തെ കൊണ്ടില്ല എന്നാണ് ഗൈസ്. അപ്പം ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ ഞങ്ങൾ ഫുൾ ഗെയിമിംഗ് സോണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റൈഡ്സിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലൈറ്റ് വരുമ്പോൾ നൈറ്റിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.